ഇത് നേരെ ചൊവ്വേ മലയാളത്തിൽ എഴുതാൻ അറിയാമെങ്കിലെങ്കിലും കുഴപ്പമില്ല. മലയാളം പോലും നേരെ ചൊവ്വേ അറിയാതെ ഫേക്ക് ഐ ഡി കഷ്ടപ്പെട്ടുണ്ടാക്കി ആരെ കാണിക്കാനാണ്? അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാരെ അവരാണ് കമൻറ്റ് ചെയ്യുന്നത്. വികലമായ ഒരു ചിന്തയുള്ള ഒരാൾ അയാൾ എന്നെ കാണുമ്പോൾ കിളവാന്ന് വിളിക്കുന്നു, വിളിച്ചോട്ടെ, അയാളുടെ വീട്ടിലെ സംസ്കാരം കാണിക്കല്ലേ. ചില രോഗമുള്ള ആൾക്കാർ അവരുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഗെറ്റ് വെൽ സൂൺ. ഞാൻ പറയുന്ന റിവ്യൂവേഴ്സ്, നിങ്ങൾ ഇതുപോലൊരു സിനിമ എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കല്ലറിയാം. റിവ്യൂ ചെയ്യുന്ന ആൾ അറ്റ്ലീസ്റ്റ് ആ ലെവലിലെങ്കിലും ഒരു സിനിമ എടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാവൂ. സ്റ്റേക്ക്, അതായത് ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എല്ലാം റിസ്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരാൾ സിനിമ എടുക്കുന്നത്. നിങ്ങൾ പറയുന്ന ഒരു വാക്കിൽ അവൻ്റെ ജീവിതം ചിലപ്പോൾ തീർന്നു പോകും. നിങ്ങൾക്ക് ആ എടുത്തിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട സിനിമ ആയിക്കോട്ടെ, അതിൽ ഒരു സീൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അച്ഛനെയും അമ്മയെയും എങ്ങനെ നമുക്ക് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിട്ടിട്ട് ഭാര്യയായിട്ട് മുങ്ങാം എന്നാലോചിക്കുന്ന മക്കളുള്ളൊരു കാലഘട്ടമാണ്. അതേപോലെ തിരുക്കുറൽ പോലെയോ അല്ലെങ്കിൽ ബൈബിൾ പോലെയോ ഭഗവത്ഗീത പോലെയോ ഖുറാൻ പോലെയോ കാലസത്യങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ മഹാഭാരതം അങ്ങനെ തന്നെ എടുക്കുന്ന സിനിമയാണ്. പിന്നെ ആൾക്കാർ എടുക്കുന്നില്ലേ? എത്രയോ കാലമായിട്ട് അച്ഛനും അമ്മയ്ക്കും മകൻ ജനിക്കുന്നു, മകൾ ജനിക്കുന്നു, അതിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇത് ചാപ്റ്ററിലാണ് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ തലയിൽ തട്ടവിടണം എന്ന് പറയുന്നത്. അതെന്താ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ആണുങ്ങൾക്ക് തട്ടവിടണ്ടേ? The church shall not be divided lest the cross of Christ be emptied of its power എന്ന് പറയുന്നുണ്ട്. കർത്താവിൻ്റെ കുരിശിൻ്റെ ശക്തി നശിച്ചു പോകും. ഭാഗങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തന്നെയുണ്ട്. ലോകം മുഴുവനും 3500 ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ ബൈബിൾ അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. നൊമ്പരം എന്ന ഈ സിനിമയിൽ സിമിയോൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ സൈമൺ എന്ന ആ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ചെറിയൊരു വേഷമാണ്. പക്ഷേ 100ഓളം വയസ്സ് വരെ ജീവിച്ചിരുന്ന കർത്താവിനെ കണ്ടിട്ട് മാത്രം ജീവൻ പോകണം എന്നാഗ്രഹിച്ച് ആ ആഗ്രഹം സാധൂകരിക്കുന്ന ഒരു കഥാപാത്രം. അതാണ് സിമിയോൻ്റെ ക്യാരക്ടർ. അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു ബിബ്ലിക്കൽ ക്യാരക്ടർ ഈ അടുത്ത കാലത്തൊന്നും ഒരു ബിബ്ലിക്കൽ സ്റ്റോറി സിനിമയായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടംപററി അല്ലാതെ പീരിയഡായിട്ട് തന്നെ. അപ്പം അങ്ങനെ ഒരു പഴയ കാലത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥ പറയുന്ന ഈ സിനിമയിൽ ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ബിബ്ലിക്കൽ കഥയാണല്ലോ. അപ്പോൾ ഇതിനു മുമ്പും ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ജെറുസലേം ജീസസിൻ്റെ തന്നെ ഒരു കഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹോളിവുഡ് ആണെങ്കിൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ജീസസ് സൺ ഓഫ് ഗോഡ്, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ജീസസിൻ്റെ മൊത്തത്തിലൊരു ചരിത്രമാണ്. 3-ാം നൊമ്പരം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഒരു 3 ദിവസം ദേവാലയത്തിൽ കാണാതായൊരു ഇതാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതാണോ കഥയെന്ന് അറിയില്ല. ദേവാലയത്തിൽ വെച്ച് കാണാതാവുന്നതും പിന്നീട് കണ്ട് മാതാവും സവിതാവും അന്വേഷിച്ച് വരുന്നതും അതാണോ സ്റ്റോറി എന്ന് എനിക്കറിയില്ല. ഒരു 3-ാം നൊമ്പരം എന്ന പേരിൽ ഞാൻ അതാണ് വായിച്ചെടുക്കുന്നത്. മാതാവിൻ്റെ ജീവിതത്തിൽ 7 നൊമ്പരങ്ങളാണ് ബൈബിളിൽ പറയപ്പെടുന്നത്. അതിൽ 3-ാം നൊമ്പരം എന്ന് പറയുന്നത് 12-ാം വയസ്സിൽ കാണാതാവുന്ന ജീസസിൻ്റെ കഥ. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് മലയാള സിനിമയും മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ച് മലയാള സിനിമയ്ക്ക് എല്ലാവരും പറയുന്ന കണ്ടന്റ് ഉണ്ടെങ്കിലും ബഡ്ജറ്റ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആർട്ടിൻ്റെ ഒക്കെ വർക്ക് നന്നായിട്ട് ഈ ഒരു സിനിമയിൽ കൊണ്ടുവരണമല്ലോ, ആ ഒരു കാലഘട്ടത്തിനെയൊക്കെ കൊണ്ടുവരാൻ ഉണ്ട്. അത് ഒന്ന് ജോഷി സാറ് ഫസ്റ്റ് മൂവിയാണെന്നുള്ളത് ഒരിക്കലും നമുക്ക് തോന്നില്ല. കാരണം കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും ഡയലോഗ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും വളരെ പേഴ്സണൽ ടച്ചോടുകൂടി അദ്ദേഹം വർക്ക് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ സീക്രട്ടും. ഇപ്പോൾ സത്യജിത് റേ മൂവീസ്, സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സത്യജിത് റേ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഉണ്ട്. സത്യജിത് റേയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ഗോ സോ ക്ലോസപ്പ് വരുന്നത് എത്ര ക്ലോസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. അപ്പോൾ ഏത് സ്ഥലത്ത് വെച്ച് എടുത്താലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ഫ്ലെക്സിബിലിറ്റി ഒന്ന് ആലോചിച്ചു. അത് ഓരോ ആൾക്കാരുടെ സിഗ്നേച്ചർ സ്റ്റൈൽസാണ്. അപ്പോൾ അതേപോലെ ഇതിൽ കോസ്റ്റ്യൂംസ് ട്രൂലി പീരിയഡാണ്. നമുക്ക് ശരിക്കും ആ കാലഘട്ടത്തെയാണെന്നുള്ള നമുക്കൊരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കണ്ടാൽ അറിയാം. വൺസ് യു വിൽ സീ ഇത് പ്രോപ്സിനേക്കാളും കൂടുതൽ കോസ്റ്റ്യൂമിലും ആ ഒരു മേക്കിങ്ങിലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യം കൂടിയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സിമിയോൻ്റെ കഥ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. 3-ാം നൊമ്പരം ശരിക്കും ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ യു എ ബിലീവർ? അപ്പോൾ കൊരിന്ത്യൻ 1
കർത്താവിൻ്റെ കുരിശിൻ്റെ ശക്തി നശിച്ചു പോകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാമോ? ഇല്ല ഇല്ല. ഓക്കെ, ഐ ഹാവ് നോട്ട് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് സ്റ്റെഫാനസ് എന്ന് തുടങ്ങുന്ന ആ ചാപ്റ്ററിൽ അവസാനിപ്പിക്കുന്നത് ദ ചർച്ച് ഷാൽ നോട്ട് ബി ഡിവൈഡഡ് ലെസ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി എംപ്റ്റീഡ് ഓഫ് ഇറ്റ്സ് പവർ എന്ന് പറയുന്നുണ്ട്. കർത്താവിൻ്റെ കുരിശിൻ്റെ ശക്തി നശിച്ചു പോകും. എങ്ങനെയാണെങ്കിൽ പള്ളികൾ വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ തെറ്റിച്ചിട്ടില്ലേ? ഓക്കെ. കാരണം ഇന്ന് പള്ളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മാർത്തോമ, കാത്തലിക്, സിറിയൻ, മറ്റേ സീറോ മലബാർ, അങ്ങനെ 100 കണക്കിന് വിഭാഗങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തന്നെയുണ്ട്. ലോകം മുഴുവൻ 3500 ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ ബൈബിൾ അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ? അല്ല. ഇപ്പോൾ ഏത് വേഴ്സ് അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ തലയിൽ തട്ടവിടണം എന്ന് പറയുന്നത്? അതെന്താ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? ആണുങ്ങൾക്ക് തട്ടവിടണ്ടേ? അതേതിലാണ് പറയുന്നത്? അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയില്ല. പക്ഷേ ഗോസ്പൽ ഓഫ് ജോൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നീ നിൻ്റെ ഭർത്താവിലൂടെ നിൻ്റെ ദൈവത്തെ അറിയും എന്ന് സ്ത്രീകൾക്ക് ഒരു ഉപദേശം പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ വേറെ ആരുമില്ല എന്ന് കാണിക്കാനൊരു ശിരോവസ്ത്രം, അതൊരു സോഷ്യൽ റെഫർമേഷനാണ്. കാരണം ഭർത്താവിലൂടെ ദൈവത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് ദൈവത്തിന് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയാവും. അപ്പോൾ കുട്ടികൾ കാണുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു നല്ല ബന്ധത്തിനെയാണ്. അങ്ങനെ ഒരു കുടുംബം നന്നായാൽ എല്ലാ വീടും അങ്ങനെ ഒരു നാടും നന്നാവും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ വെറും ഒരു തുണി കൊണ്ട് ഒരു റിഫർമേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്ന ഗോസ്പൽ ഓഫ് ജോണിലൊരു വരിയാണ് നീ നിൻ്റെ ഭർത്താവിലൂടെ ദൈവത്തിനെ അറിയും എന്ന് പറയുന്ന ആ ഒരു വരി. ഏറ്റവും ചെറിയ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഉടനെ പറയാൻ പറ്റുമോ? ഏത് ബൈബിളിലോ? ഏറ്റവും ചെറിയ ചാപ്റ്ററോ? സങ്കീർത്തനം. സങ്കീർത്തനത്തിലെ സങ്കീർത്തനത്തില് ഒരു 117, 119 ഏറ്റവും വലുത്. ഏറ്റവും വലുത്. അതെന്താ അങ്ങനെ 117ഉം 119ഉം അങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ? ആ ഡിഫറൻസ് അറിയില്ല. ബൈബിളിലെ ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് 1/2 എന്ന പകുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 118:8 ആണ് സെൻട്രൽ വേഴ്സ്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് 117, 119. ആ സെൻട്രൽ വേഴ്സ് 118:8 പറയുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രസ്റ്റ് ഗോഡ് ദെൻ ഹാവ് ഫെയ്ത്ത് ഇൻ മാൻ. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബൈബിൾ ശരിക്കും നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിശയങ്ങൾ നിറഞ്ഞിരിക്കുന്നൊരു പുസ്തകമാണ്. എത്ര പേര് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്? എത്ര പേര് അറിയാൻ ശ്രമിക്കുന്നുണ്ട്? കാലഘട്ടം നോക്കുവാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല, പക്ഷെ ഒരു പഴയ കാലഘട്ടത്തിൽ മോസ്റ്റ് ഓഫ് ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമ്മളെ ഓർമ്മിപ്പിക്കാൻ മൂന്നാം നമ്പരം പോലെ സിനിമകൾ ആവശ്യമാണ്. ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കൂ. സിമിയോൺ അറിയാമോ? അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്. ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സിമിയോൺ, ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ആ സിമിയോന്റെ ഇതാണോ പറയുന്നത്? ആ സിമിയോന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു ക്യാരക്ടറും അങ്ങനത്തെ കാര്യങ്ങളും ഭൂരിഭാഗം ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണും മിക്കതും ഫാമിലി ഓഡിയൻസ് ആയിരിക്കും ഇത്തരം സിനിമകൾ പ്രിഫർ ചെയ്യുക. ഫാമിലി ഓഡിയൻസ് അല്ല ഞാൻ പറയുന്നത്, അറിയാൻ താല്പര്യമുള്ള ആരും കാണും. പക്ഷെ കൂടുതലും ഇങ്ങനത്തെ ഒരു പടം കാണുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഫാമിലി ഓഡിയൻസ് ആയിരിക്കും. പക്ഷെ അവർക്ക് ഈ ഒരു കഥയും കഥാപാത്രങ്ങളും പരിചിതമായിരിക്കും. പക്ഷെ അവർക്ക് കാരണം ഇതിനു മുമ്പും വന്നിട്ടുണ്ടെന്നല്ല, അപ്പോൾ അവർക്ക് ഇച്ചിരി നമ്മൾ എത്രയോ കാലമായിട്ട് മലയാള സിനിമയിൽ ഒരാണ് പെണ്ണിനെയോ അല്ലെങ്കിൽ പെണ്ണാണിനെയോ മാത്രമാണ് പ്രേമിക്കുന്നത്. അതിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. എത്രയോ കാലമായിട്ട് അച്ഛനും അമ്മയ്ക്കും മകൻ ജനിക്കുന്നു, മകൾ ജനിക്കുന്നു. അതിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമുക്ക് അതിൽ സ്റ്റോറി ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? ജനിക്കുന്നതിന് പകരം പറയാൻ പറ്റില്ലല്ലോ. പ്രണയങ്ങൾ നമുക്ക് അവരുടെ ആ ഒരു എങ്ങനെ പ്രണയിക്കണം, എവിടെ പ്രണയിക്കണം എന്നുള്ളതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അത് നമുക്ക് ഒരു എന്താണ് ആ മോഡിസ് ഉപ്പറാണ്ടി ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെ പോലും മാറ്റാൻ പറ്റത്തില്ല. എത്രയോ കാലമായിട്ട് ക്രിസ്മസിൻ്റെ അന്നാണ് കർത്താവ് ജനിച്ചത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷം ഒരു ഡിഫറൻസ് ഉണ്ടായിക്കോട്ടെ, നമുക്ക് സെപ്റ്റംബറിൽ കൊണ്ടാടാമെന്ന് പറയാൻ പറ്റുമോ? ചില കാര്യങ്ങൾ നമ്മൾ അതങ്ങ് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതങ്ങനെ തന്നെ നമ്മൾ പോവും. എത്രയോ സിനിമകൾ മഹാഭാരതത്തിൽ നിന്നെടുത്ത് അതേപടി ചെയ്തിട്ടുണ്ട്. അത് ദളപതി എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ രാജ്നീതി എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ മഹാഭാരതം അങ്ങനെ തന്നെ എടുക്കുന്ന സിനിമയാണ്. പിന്നെ ആൾക്കാർ എടുക്കുന്നില്ലേ? AD 2 കാലഘട്ടത്തിലാണ് തിരുവള്ളുവർ ജീവിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞ തിരുക്കുറളിലെ ആദ്യത്തെ വാക്ക് അകര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുതற்றേ ഉലക് എന്നാണ്. എങ്ങനെയാണോ എല്ലാ ലോകത്തുള്ള എല്ലാ ഭാഷകളുടെയും അക്ഷരമാല തുടങ്ങുന്നത് ആ എന്ന അക്ഷരത്തിലാണോ, അതെങ്ങനെ അദ്ദേഹത്തിന് അറിയാം? ഇംഗ്ലീഷിൽ എന്നോ അറബിക്കിൽ അലിഫെന്നോ മലയാളത്തിൽ ആന്നോ ഏത് ഭാഷ എടുത്താലും എങ്ങനെയാണ് ആ ആദ്യത്തെ അക്ഷരമാവുന്നത്?
ഇത് പറഞ്ഞത് AD2-ലുള്ളൊരു സന്യാസിയാണ്, തിരുവള്ളുവർ എന്ന് പറഞ്ഞൊരാൾ. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിൽ നിന്നും തുടങ്ങുന്നു എന്ന് പറയും. അപ്പം അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് അറിവ് വേണം. ഇന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അന്ന് അവർക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ തിരുക്കുറൽ പോലെയോ അല്ലെങ്കിൽ ബൈബിൾ പോലെയോ ഭഗവത്ഗീത പോലെയോ ഖുറാൻ പോലെയോ കാലസത്യങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതങ്ങനെ തന്നെയായിരിക്കും. അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും നല്ലതാണ്. അപ്പോൾ ഇനിയും പറയപ്പെടണം, ഇനിയും അറിയാത്ത കാര്യങ്ങൾ. ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആൾക്കാർ ബൈബിൾ വായിക്കുന്നുണ്ടാവില്ല, ഓക്കെ ഫൈൻ, ഒരു സിനിമയെങ്കിലും കണ്ടോട്ടെ, അറ്റ്ലീസ്റ്റ് ആ ഒരു തോട്ടെങ്കിലും മനസ്സിൽ വെക്കോട്ടെ. ഒരു അമ്മയുടെ മനസ്സിലൊരു നൊമ്പരം ഉണ്ടാവുന്നത് ആ കുട്ടിയെ കാണാതാവുമ്പോൾ എന്നുള്ള ആ ഒരു മാതൃത്വത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ കാര്യമെങ്കിലും മനസ്സിലാക്കിക്കോട്ടെ. അത്രയെങ്കിലും മനസ്സിലാവണമല്ലോ. ഇന്നത്തെ കാലത്ത് അച്ഛനെയും അമ്മയെയും എങ്ങനെ നമുക്ക് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിട്ടിട്ട് ഭാര്യയായിട്ട് മുങ്ങാം എന്ന് ആലോചിക്കുന്ന മക്കളുള്ളൊരു കാലഘട്ടമാണ്. തെറ്റല്ല, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരിതാണ്. പക്ഷേ എത്രയോ കാലം മുന്നേ ഒരു അമ്മയുടെ മനസ്സ് പെടഞ്ഞത് മകനെ കാണാനില്ല എന്നുള്ള കാര്യത്തിലാണ്. ജോഷി സാർ പറയണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഔസേപ്പിതാവും മദമേരിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തില്ല, നീ കാരണമാണ് കാണാതായത്, ഞാൻ കാരണം, അങ്ങനെയൊന്നുമില്ല. അവർ രണ്ടുപേരും അവരുടെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ആ കുട്ടീനെ തേടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ആ പുരോഹിതൻ തിരിച്ചേൽപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കഥ പറയുമ്പോൾ അങ്ങനെയും ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടെന്നെങ്കിലും ചിന്തിപ്പിക്കാൻ മൂന്നാം നമ്പരം പോലത്തെ സിനിമകൾ ആവശ്യമാണ്. അപ്പോൾ ഒരു ചരിത്രം സിനിമയാകുമ്പോൾ എത്രമാത്രം ചലഞ്ചിങ് ആയിട്ടാണ് സാറിന് തോന്നുന്നത്? എപ്പോഴും. കാരണം ചരിത്രം എന്താണോ സംഭവിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഇതിഹാസ അല്ലെങ്കിൽ സംഭവിച്ചത് എന്ന് പറയുന്നത്. അതാണ് ചരിത്രം. അപ്പോൾ അതിനെ പിക്ചറൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും സിനിമാറ്റിക് ലിബർട്ടിയോ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ദ ഡയറക്ടറോ അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് ദ ഫിലിമോ ഇതെല്ലാം വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ അറാമിക്കിൽ തന്നെ എടുക്കണം എന്ന് വാശി പിടിച്ച് മെൽ ഗിബ്സൺ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എടുത്തു, തെറ്റെന്ന് പറയാനില്ല. അത് മലയാളത്തിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഓരോ ആൾക്കാർ എടുക്കുമ്പോൾ അവരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച്. മെൽ ഗിബ്സൺ പ്രോബബ്ലി വർഷങ്ങളോളം റിസർച്ച് ചെയ്ത് എന്ത് തരം ചാട്ടയാണ് യൂസ് ചെയ്തത്, അത് ദേഹത്ത് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് തൊലി കീറുന്നതെന്നൊക്കെ അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തെടുത്ത സിനിമയാണ്. അതായിരിക്കില്ല വേറൊരാൾ പറയുന്ന കഥ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സിനിമ ഒരു ലാംഗ്വേജാണ്. അതിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഹിറ്റാണ്. അത് കുറച്ച് പേർക്കേ മനസ്സിലായുള്ളൂ എന്നുണ്ടെങ്കിൽ മീഡിയം ആയിട്ടുള്ളൊരു മൂവിയാണ്. ആർക്കും മനസ്സിലായില്ല എന്ന് വെച്ചിട്ട് ആ സിനിമ ചീത്തയല്ല, എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. കാരണം ഏത് മോശം സിനിമ എടുക്കാൻ പോലും മിനിമം എഫേർട്ട് കുറേ ആവശ്യമുണ്ട്. കുറേ ആൾക്കാരുടെ ഒരു പരിണിത ഫലം, അവരുടെ ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യുന്ന പരിണിത ഫലമാണ് ഒരു സിനിമ. അപ്പോൾ അതിൽ സാധാരണ ഒരു ലൈറ്റ് ബോയ് തൊട്ട് കൺസോളിൽ പ്രൊഡക്ഷനിലിരിക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ആഹാരം കൊണ്ടുവരുന്നവരായാലും ഇവർ വിളമ്പുന്നവരായിരിക്കും. ഇപ്പോൾ മൂന്നാം നമ്പരും വർക്ക് ചെയ്യുമ്പോൾ മിനി എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലുള്ളൊരു ലേഡി, അവരാണ് കേറ്ററിങ്ങിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അവർക്കുമുണ്ട് ആഗ്രഹങ്ങൾ. അപ്പോൾ ഒരു സിനിമയുടെ ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയത്ത് പോലുമില്ല മൂന്നാം നമ്പരത്തിൽ മിനി എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലുള്ള ഒരാളുണ്ടെന്ന് ആരും അറിയില്ല. പക്ഷേ വർക്ക് ചെയ്ത ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ആഹാരം തരുമ്പോൾ നിങ്ങൾക്കെല്ലാം കിട്ടിയോ, മതിയോ, എന്താ വേണ്ടേ എന്ന് ചോദിക്കുന്ന ആ ഒരു കെയർ ഉണ്ടല്ലോ, അതൊരു സിനിമയുടെ ഭാഗമാണ്. പക്ഷെ നമ്മൾ എത്രയൊക്കെ അധ്വാനം പുറകിലുണ്ടെങ്കിലും ആഫ്റ്റർ ഓൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ലെങ്കിൽ പോയി എന്നല്ലേ പറയണേ സിനിമയുടെ. അതാണ് പറഞ്ഞത്, ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്ന് ഏത് രീതിയിലാണ് പറയാൻ പറ്റുക? ഓരോ ആൾക്കാർ പറയേണ്ട രീതി ഓരോ സ്റ്റൈലിലാണ്. ഇപ്പോൾ ഇഫ് ഐ സേ ലാംഗ്വേജ് ഇസ് ദ ക്വാളിറ്റി, നമുക്ക് കേരളത്തിൽ നിന്ന് പ്രോപ്പറായിട്ടൊരു ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററി എന്നാ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി മോശമല്ലത്. നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് അങ്ങനെയാണ്. നമുക്ക് OIL എന്നുള്ളത് ഓയിലാണ്, അത് ഓയിലല്ല, ഓയിലാണ്. അത് പറയാൻ പറ്റുന്നില്ല. NOVEL നോവലാണ്, അത് നോവലല്ല, ഇംഗ്ലീഷിൽ നോവലാണ് എന്ന്, നോവൽ എന്നുള്ള ഇത് പറയാൻ പറ്റുമോ? അപ്പോൾ ആക്സെൻറ്റഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജ് അതൊന്നും ക്വാളിറ്റി അല്ല. ഇപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു വളരെ ഫേമസ് ലീഡറാണ് VK കൃഷ്ണമേനോൻ. അദ്ദേഹത്തിന് വിക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ EMS, അദ്ദേഹത്തിന് വിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സംസാരത്തിന് ക്വാളിറ്റി ഇല്ലയെന്നാണ് പറയുന്നത്. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. VK കൃഷ്ണമേനോൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സ്റ്റാമറിങ് ഉണ്ടായിരുന്നു, UN ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അത് ക്വാളിറ്റി ഡിസ്റ്റർബൻ ചെയ്യുന്ന അതല്ല. അപ്പോൾ സിനിമയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ ഗ്രാൻഡിയോറാണോ,
ശരിയാണ്, ചിലപ്പോൾ 500 കോടി ചിലവാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ പറയുന്നൊരാശയം എൽസ്പൂയിദി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം, അതിനകത്ത് ഒരു അച്ഛനും മകനും ഒരു സ്പാരോ ഇരിക്കുന്നതിൻ്റെ അതെന്താണ് എന്ന് ചോദിക്കുമ്പം മകന് 2-3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ അച്ഛൻ ഡയറി കൊണ്ട് കാണിക്കുകയാണ്, നീ കൊച്ചുകുട്ടിയായിരുന്നപ്പം 27ാമത്തെ തവണയും അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താണ്. അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു എൽസ്പൂയിദി, അതൊരു സ്പാരോ ആണ്. അപ്പോൾ അച്ഛനെയും മകൻ്റെ ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കണ്ടൻ്റ് അല്ലേ. അതിന് എത്രയോ പേര് ആൾക്കാർ കോപ്പി അടിച്ചിട്ടുണ്ടാവും. 1 മിനിറ്റിൽ ലൈറ്റ്സ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഇംഗ്ലീഷിൽ എടുത്തായിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പം ഒരു ഭൂതം വരുന്നതിൻ്റെ ഒരു സാധനമാണ്. അത് പിന്നെ സിനിമയായി. ലൈറ്റ്സ് ഔട്ട് എന്ന് പറഞ്ഞൊരു സിനിമയായി. ആ ഷോർട്ട് ഫിലിമിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ ക്വാളിറ്റി സിനിമയിലേക്ക് നമ്മൾ ആലോചിക്കുക. അങ്ങനെ ഒരിക്കലും ഇറ്റ്സ് നോട്ട് കമ്പാരബിൾ. ജോഷി സാറിൻ്റെ മനസ്സിൽ ഈ നൊമ്പരം, അതായത് മദർമേരിയുടെ മനസ്സിലുണ്ടായ കുട്ടിയെ കാണാതായപ്പോൾ ഉണ്ടായ നൊമ്പരം അതെങ്ങനെ പറയാം എന്ന് അദ്ദേഹം കൺസീവ് ചെയ്തോ അതിൽ മനോഹരമായിട്ട്, ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാനത് കണ്ടതാണ്. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് ഒരു ബാഹുബലി അല്ല നമ്മൾ എടുക്കുന്നത്. ബാഹുബലി അല്ല കഥ. ഇറ്റ് ഈസ് നോട്ട് മണി റിച്ച്, കുറേ പൈസ ചിലവാക്കി, അങ്ങനെയല്ല. ഒരാളുടെ മനസ്സിൽ കർത്താവിൻ്റെ ഈ കഥ, ബൈബിളിലെ ഈ കഥ പറയണം എന്ന് ആഗ്രഹം തോന്നി അദ്ദേഹം കൺസീവ് ചെയ്ത് ഞങ്ങളൊരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്ത് വന്നൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ആ ഫീലിംഗ് മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ യെസ്. ഇപ്പോൾ ആണെങ്കിലും സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് അത്. ഓരോ സിനിമ കാണുമ്പോൾ അവരുടെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ അടുത്തൊരു സിനിമ, ഇപ്പോൾ ഓണത്തിന് അടുപ്പിച്ച് 3 സിനിമകൾ മലയാളത്തിൽ തന്നെ ഇറങ്ങി. 2 സിനിമകൾക്കും നല്ല റിവ്യൂവും ഒരു സിനിമയ്ക്ക് അത്യാവശ്യം ഒരു മോശം റിവ്യൂവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഓണക്കാലമായ കാരണം ഒരു ചോയ്സ് ഉണ്ടാവും, ഏത് സിനിമയാണ് നല്ലത് എന്നൊരു ചോയ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ഭൂരിഭാഗം ആളുകളെങ്കിലും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന റിവ്യൂവേഴ്സിനെ വേണമെങ്കിൽ ഒന്ന് പരിഗണിച്ചേക്കാം. അപ്പോൾ അത്തരം കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ ഇപ്പോൾ ഈ റിവ്യൂ നോക്കി പോയിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള റിവ്യൂവേഴ്സിന് എന്താ സാധനം അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ റിവ്യൂവേഴ്സിന് ശരി തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഈ റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ടാണ്. നിങ്ങൾക്ക് ആ എടുത്തിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട സിനിമ ആയിക്കോട്ടെ, അതിൽ ഒരു സീൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഈ 180 ഡിഗ്രി റൂൾ എന്ന് പറഞ്ഞ ക്യാമറയുടെ റൂൾ ഫോളോ ചെയ്യാൻ അറിയാമോ? സോഫ്റ്റ് ലൈറ്റും ഹാർഡ് ലൈറ്റും ആ സെപ്പറേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ലൈറ്റ് യൂസ് ചെയ്യണമെന്നും ഹൈലൈറ്റ് ചെയ്യാൻ ഏത് ലൈറ്റ് യൂസ് ചെയ്യണമെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾ ഗ്രാഫിക്സ് പറയണം, മായയിലോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു AI-ലൊരു ചെറിയൊരു സിനിമ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിരൽ ചൂണ്ടുന്നത് ആരെയാണെന്ന് ആലോചിക്കണം. സ്വന്തം ജീവിതം സ്റ്റേക്കിൽ, അതായത് ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എല്ലാം റിസ്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരാൾ സിനിമ എടുക്കുന്നത്. നിങ്ങൾ പറയുന്ന ഒരു വാക്കിൽ അവൻ്റെ ജീവിതം ചിലപ്പോൾ തീർന്നു പോകും. ഇസ് ഇറ്റ് റൈറ്റ് ഓൺ യുവർ പാർട്ട് ടു ഡു ദാറ്റ്? ആ ഒരു ചോദ്യം റിവ്യൂവേഴ്സിൻ്റെ മനസ്സിലുണ്ടാവണം. അതായത് എനിക്ക് അതിനേക്കാളും നന്നായിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കൊരിക്കലും സിനിമ റിവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കണ്ട് എൻ്റെ ഫീലിംഗ് എന്താണ്, എൻ്റെ ഫേസ്ബുക്ക് സെർച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ 1-2 സിനിമകൾ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അത് റിവ്യൂ അല്ല, കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നിയെന്നാണ്. ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വന്നിരുന്നു. ഫോട്ടോഗ്രാഫർ മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു ഗംഭീര പടമാണ്. ലാലേട്ടനോട് ഞാൻ ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്, ഇത്ര നല്ല സിനിമ എങ്ങനെ ഫെയിലായി? അപ്പോൾ ലാലേട്ടൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലിയുണ്ട്. ലാലേട്ടൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് തിരിച്ച് കുറേ ചോദ്യങ്ങളാണ് വരിക. എൻ്റെ അടുത്തും അന്ന് ലാലേട്ടൻ ചോദിച്ചത്, അത് മോനെ നല്ല സിനിമയുണ്ട്, ചീത്ത സിനിമയുണ്ട് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ അത് ചില സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ? അതുപോലെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളിലാണ് എനിക്ക് ആ ഉത്തരം കിട്ടിയത്. ഫോട്ടോഗ്രാഫർ എന്തുകൊണ്ട് ഫെയിൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരത് റിവ്യൂ ചെയ്തത് അവർക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ ഒരു ഗംഭീര സിനിമയായിട്ട് വന്നതാണ് ഹേറാം അല്ലെങ്കിൽ ഗുണ, കമൽഹാസൻ്റെ 2 മൂവീസാണ്. ഈ സിനിമ ഒരിക്കലും അന്ന് കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഇന്ന് ഗുണ ഫേമസ് ആണ്. ആ ഗുണ കേബ്സ് കാരണമാണോ, കൺമണി അൻപോത് കാറിൽ നിന്നുള്ള ആ പാട്ട് കാരണമാണോ, അതോ ഡെവിൾസ് കിച്ചൺ പോലത്തെ ആ ഒരു ലൊക്കേഷൻ കൊണ്ടാണോ നമുക്കറിയില്ല.
പക്ഷേ അതിനകത്ത് പറയുന്ന കഥയുടെ ആ ഒരു ക്രക്സ് ഒന്ന് ആലോചിച്ച് നോക്കും. മുഴുഭ്രാന്തായിട്ട് നിൽക്കുന്ന ഒരാൾ, അയാൾ പ്രണയിക്കുന്നത് അയാൾ ദൈവമാണെന്നും അയാളുടെ കോൺസോർട്ടാണ് അയാളുടെ കണ്ണിന് മുന്നിൽ കാണുന്നതെന്ന് പാർവതിയാണെന്ന് വിചാരിച്ച് അങ്ങനെ സ്നേഹിക്കുന്ന ആ മനുഷ്യൻ അവരുടെ ജീവൻ രക്ഷിക്കാനും അവരുടെ ചെറിയ മുറിവ് പോലും പറ്റാതിരിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾ. അയാളുടെ ഭ്രാന്തമായിട്ടുള്ള പ്രണയം പറയുന്ന ഒരു കഥയാണ് ഗുണ. എത്ര പേർക്ക് അന്നത് മനസ്സിലായി? ആ സിനിമ ഓടിയില്ല. അത് കാരണം കമൽഹാസൻ സിനിമ എടുക്കണം നിർത്തിയോ? ഇല്ല. അതിനുശേഷം വന്ന ഹേറാം. അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഹേറാം മനസ്സിലായില്ല, എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. എന്തെല്ലാമോ കാണിച്ചിട്ടുണ്ട്, സിനിമ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ആ സിനിമ ഇറങ്ങിയാൽ ഓടും. ബിക്കോസ് ഇന്ന് നാഥുറാം ഗോഡ്സേനും ആ ഗോഡ്സേക്ക് വരാൻ സാഹചര്യം എന്താ ഉണ്ടായതെന്ന് പറഞ്ഞൊരു കഥ, വേറൊരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റോറി ഓർ മേ ബി എ പാർട്ട് ഓഫ് ഹിസ്റ്ററി, വി ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി പറയുമ്പോൾ ആ റിസ്ക് ഇസ് ഓൾവേസ് ദെയർ. ആൾക്കാർ മനസ്സിലാക്കില്ല എന്നുള്ള ഇതുണ്ട്. അതൊരു ഡയറക്ടറുടെ ആഗ്രഹമല്ലേ. അപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ആൾ അറ്റ്ലീസ്റ്റ് ആ ലെവലിലെങ്കിലും ഒരു സിനിമ എടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാവൂ. ഞാൻ ഇപ്പോൾ സന്തോഷ് മണ്ഡലിൻ്റെ മൂവി നല്ലതാണോ എന്ന് ചോദിക്കാമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന രീതി അങ്ങനെയാണ്. യെസ്. സോ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് അത്ര, ഞാൻ സിനിമ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഞാൻ അങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വാ തുറക്കാൻ പാടില്ല. അതാണ് ബൈബിളിൽ പറയുന്നത്, തെറ്റ് ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ലേഡി മാഗ്ഡലീൻ്റെ നേർക്ക് കല്ലെറിയാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറയുന്ന റിവ്യൂവേഴ്സ്, നിങ്ങൾ ഇതുപോലൊരു സിനിമ എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കല്ലെറിയാം എന്ന് പറഞ്ഞാൽ ആരും റിവ്യൂ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ അതും പറയാത്തത്. നിങ്ങൾ കല്ലെറിഞ്ഞോ, എടുക്കുന്നവരെ എടുത്തുകൊണ്ടിരിക്കും, പറയേണ്ടവർ കഥ പറയുക തന്നെ ചെയ്യും. സ്റ്റോറി ടെല്ലേഴ്സ് ആർ ബോൺ. ഇപ്പോൾ സിനിമേനെ റിവ്യൂവേഴ്സ് ഇങ്ങനെ പറയുന്ന പോലെ തന്നെ സാറിനും ഒത്തിരിയേറെ സോഷ്യൽ മീഡിയസിലും കമൻസുകളിലൂടെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ചില രോഗമുള്ള ആൾക്കാർ അവരുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഗെറ്റ് വെൽ സൂൺ. കാരണം വികലമായ ഒരു ചിന്തയുള്ള ഒരാൾ, അയാൾ എന്നെ കാണുമ്പോൾ കിളവാന്ന് വിളിക്കുന്നു, വിളിച്ചോട്ടെ, അയാളുടെ വീട്ടിലെ സംസ്കാരം കാണിക്കല്ലേ. അയാളുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ പ്രായമായി കഴിഞ്ഞാൽ എടാ കിളവാന്നാണ് വിളിക്കുന്നത്. എനിക്ക് പ്രായമായിട്ട് പോലുമില്ല, എന്നിട്ടാണോ വിളിക്കുന്നത്? താടി നരച്ചതുകൊണ്ടാണോ? എന്നാൽ ഡൈ ചെയ്യാതെ അയാൾ പുറത്തിറങ്ങുമോ? ഇല്ലല്ലോ. ഞാൻ ഇറങ്ങാൻ ധൈര്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് 9ാം ക്ലാസ്സിലാണ് എനിക്ക് മുടി നരച്ചത്. ഞാൻ ഡൈ ചെയ്തിരുന്നു, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ധൈര്യമായിട്ട് ഞാൻ ഡൈ ചെയ്യാതെ ഇറങ്ങാം. എനിക്ക് പ്രശ്നമല്ല, എനിക്ക് പേടിയില്ല ആരും. അങ്ങനെ അവർക്ക് ഇറങ്ങാൻ പറ്റുമോ? ഈ എന്നെപ്പറ്റി മോശമായി സംസാരിക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടുകാരാണ് ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കേണ്ടത്. ഇയാളുടെ മനസ്സ് ഇത്രയ്ക്ക് വൃത്തികേടുള്ള മനസ്സാണ്. എനിക്കെൻ്റെ കുടുംബത്തിനോട് എനിക്ക് അങ്ങനെ ചീത്തയായിട്ടുള്ളൊരു കാഴ്ചപ്പാടില്ല. എൻ്റെ കുടുംബം എൻ്റെ കുടുംബമാണ്. എനിക്ക് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തിയും എനിക്ക് വേർതിരിച്ച് കാണാൻ അറിയാം. അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാരെ അവരാണ് കമൻറ്റ് ചെയ്യുന്നത്. അവർ ചെയ്തോട്ടെ, അവരുടെ വീട്ടുകാർ സൂക്ഷിക്കണം. കാരണം അവർക്ക് അമ്മയും പെങ്ങളും തമ്മിൽ തിരിച്ചറിയില്ല. അപ്പോൾ അത് ആ രോഗം എന്ന് മാറുന്നു അന്ന് സമൂഹം നന്നാവും. ഇന്ന് എൻ്റെ ഏതോ വീഡിയോയിലൊക്കെ ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുന്നത്, ഓ ഇയാൾക്ക് വേറെ പണിയില്ലേ? ഓ ഇല്ല, വേറെ പണി ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ വക്കീൽ പണിയും അഭിനയവും എഴുത്തും അതിൻ്റെ കൂടെ വോയിസ് ക്ലാസ്സസ് എടുക്കുകയും വോയിസ് ഓവർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ലേ. ഇവർക്ക് അത്രയും സമയമുള്ളതുകൊണ്ടല്ലേ ഈ വീഡിയോ കാണില്ല എന്ന് പറഞ്ഞ് അയ്യോ വൃത്തികേട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത്, അത് നേരെ ചൊവ്വേ മലയാളത്തിൽ എഴുതാൻ അറിയാമെങ്കിലെങ്കിലും കുഴപ്പമില്ല. മലയാളം പോലും നേരെ ചൊവ്വേ അറിയാതെ ഫേക്ക് ID കഷ്ടപ്പെട്ടുണ്ടാക്കി ആരെ കാണിക്കാനാണ്? ഒന്ന് ഫേക്ക് ID ഉണ്ടാക്കാൻ ഇവർക്ക് സമയമുണ്ട്, ഇവർക്ക് വേറെ പണിയില്ല. അവർക്കിത് മുഴുവൻ കണ്ടിട്ട് ഇതൊന്നും ആരും കാണരുത്, എന്ത് വൃത്തികേടാണെന്ന് പറയാനുള്ള സമയമുണ്ട്. എനിക്കത് വായിക്കാൻ പോലും സമയമില്ല. ഇപ്പോൾ ഓരോ കാര്യങ്ങളെയും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കാം, ബിഗ് ബോസ് ഒക്കെ ഇപ്പോൾ കാണാറുണ്ടോ? ഇല്ല 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 ബിഗ് ബോസിനോട് താല്പര്യമില്ല, അതാണോ? ബിഗ് ബോസിനോട് താല്പര്യം എന്നല്ല, അതൊരു ഗെയിം ഷോ ആണ്. ഇപ്പോൾ